മുൻ കണ്ടസ്റ്റൻസ് 6 പേര് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇവരെയൊക്കെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറ്റി വിട്ടത് അവസാന സമയത്ത് ഈ ഒരു ഗെയിമിൻ്റെ ടെൻഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളെ ഒന്ന് മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണോ എല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അവരെ ടെൻഷനിലാക്കാൻ വേണ്ടിയിട്ടാണോ? അത്തരത്തിലാണ് കേട്ടോ ലൈവിലെ കാര്യങ്ങളൊക്കെ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് പേരൊക്കെ വീടിനകത്തേക്ക് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഇതിനകത്ത് 6 പേര് കയറിയതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മാന്യത കീപ്പ് ചെയ്ത് ടോപ്പ് 7 മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നതാകെ 2 പേരുമായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പാനിശ്വരത്ത് ശാരികയും. ബാക്കിയുള്ളവരൊക്കെ അവൻ്റെ നേട്ടങ്ങൾ പറയുക മാത്രമല്ല എല്ലാവരെയും കുത്തി നോവിക്കുന്നുണ്ട്. PR-ൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുത്തി നോവിക്കുന്നത്, പിന്നെ അവർ കളിച്ചിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് അതൊക്കെ ഒരു കോണ്ടന്റ് ആക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്ന പോലെയാണ് കേട്ടോ. ഇതിനകത്ത് ബിൻസിക്ക് എന്ത് പറ്റി? എവിക്റ്റ് ആയി പോയപ്പോൾ അപ്പാനിയായിട്ട് എന്തൊരു സ്നേഹമായിരുന്നോ, എന്തൊരു സ്നേഹപ്രകടനങ്ങളൊക്കെ ഇതിപ്പോൾ കണ്ടാൽ മിണ്ടുന്നില്ല. നേരിട്ട് കണ്ടിട്ടൊന്നും മിണ്ടുന്നില്ല രണ്ടാളും. ബിൻസി ആണെങ്കിൽ നിവിനോട് എന്തൊരു കലിപ്പായിരുന്നു പോകുന്ന സമയത്ത്. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ എടാ ഇവിടുത്തെ ഏറ്റവും വലിയ ലവ് കോംബോ ആരെന്നറിയോ, ആദ്യത്തെ ലവ് കോംബോ ആരാന്നറിയോ, നമ്മളായിരുന്നോടാ. പക്ഷേ എസ് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിവിനെ വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. നിവിന് പോലും ഓർമ്മയില്ല ആ കാര്യങ്ങളൊക്കെ. എന്തായാലും ബിൻസിക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു കോംബോ പിടിക്കണമെന്ന് അറിയായിരുന്നു. പക്ഷെ ആൾ പിടിച്ച കോംബോ അങ്ങോട്ട് മാറിപ്പോയി. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പുറത്ത് പോയത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് സങ്കടം അയവർക്കുന്നുണ്ട് കേട്ടോ. മുൻഷി ചേട്ടൻ വന്ന് സ്ട്രൈറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ബോസ് മാട്രിമോണിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആ ചേട്ടൻ തുടങ്ങുന്നത്. അനീഷിന് എന്ത് പറ്റി? ആരെയും വീട്ടിലടുപ്പിക്കില്ല, ആരും എൻ്റെ നാട്ടിലേക്ക് വരണ്ട എന്നൊക്കെ ഒരു ശക്തമായ തീരുമാനമായിരുന്നല്ലോ. ഇപ്പം എന്തോ പറ്റി? ഒരു കല്യാണം കഴിച്ചിട്ട് പോവാന്നൊക്കെ തോന്നിയോ? ഇതൊരു സ്ട്രാറ്റജി അല്ല, ഇത് എന്ത് തരം സ്ട്രാറ്റജി ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് സ്ട്രാറ്റജി ഒന്നും അല്ല, ഇത് ഷാനവാസാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ ഷാനവാസിന് തലയിലിട്ടു. അതായത് ഷാനവാസാണ് അനീഷിനെ ഇത്ര സോഫ്റ്റ് ആക്കിയതെന്ന് പറഞ്ഞിട്ട്. കാരണം മുൻഷിച്ചാൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നേക്കുന്നില്ല, എത്രത്തോളം പുറത്ത് ഇങ്ങനെ ഈ ഒരു വിഷയം ചീഞ്ഞ് നാറിയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അനീഷിനെ അങ്ങോട്ട് പറയാൻ പറ്റാതെ അനീഷ് വേഗം അത് ഷാനവാസിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്ന പോലെയാണ് കേട്ടോ എനിക്ക് ലൈവ് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഗെയിമാണത്. അനുമോളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഗെയിമാണ്. ഇപ്പോൾ അനീഷ് അവസാന നിമിഷം അനീഷ് ഒന്ന് ഗെയിം ചേഞ്ച് ചെയ്യാൻ നോക്കിയത്, പക്ഷേ ആളുടെ കയ്യിൽ നിന്ന് പോയി. അത് മനസ്സിലായതുകൊണ്ടായിരിക്കും ആ ഒരു വിഷയത്തെക്കുറിച്ച് ആരും സംസാരിക്കുമ്പോൾ മറ്റാരുടെങ്കിലും തലയിലിട്ടിട്ട് അതങ്ങോട്ട് ഒഴിഞ്ഞു മാറുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ. അത് ഇപ്പോൾ തെറ്റുകൾ പറ്റും, മനുഷ്യന്മാരല്ലേ. അനീഷ് ഒരു ഗെയിം കളിക്കാൻ നോക്കി, അത് ചീറ്റിപ്പോകുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അത് വലിയ കാര്യമൊന്നും ആക്കണ്ട. ഇപ്പോൾ അവസാന ടൈമല്ലേ, വോട്ടിംഗ് ഇന്ന് വൈകുന്നേരം മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നന്നായി കളിക്കുന്നവർ നമുക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് തന്നെ വോട്ട് ചെയ്യുക. ഒരു ഗെയിം ചീറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും അതത്ര മോശം ഗെയിമറായിട്ടൊന്നും കാണാൻ പറ്റില്ല. എല്ലാവരും നല്ല ഗെയിമേഴ്സ് തന്നെയാണ്. പക്ഷേ അത് സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകരെ കളിപ്പിക്കാതിരിക്കുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും. ആ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലൈവ് നടക്കുന്നത്. ഇതിലകത്ത് ശൈത്യ ഭയങ്കര പാർഷ്വാലിറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ അനുമോളോട് അധികം. അനുമോൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് മറുപടി. കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും കൂടുതൽ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നതും നിവിൻ്റെ അടുത്തും ആദിലെടുത്തും നൂറെ അടുത്താണ്. അനുമോളെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഒരുമിച്ച് വന്നു, ഒരുമിച്ച് ഒരു ബെഡിൽ കിടന്നു, ഒരുമിച്ച് നടന്നു, പിന്നെ ആരും അറിയാണ്ട് പിന്നിന്ന് കുത്തിയിട്ടൊക്കെ പോയതാണ്. അപ്പോൾ ആ ഒരു അസൂയം കുശുമ്പൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊക്കെ കൊണ്ടായിരിക്കാം എന്തോ ശൈത്യ ഒരു കലിപ്പും മട്ടാണ് എനിക്ക് തോന്നുന്നത് ലൈവ് കണ്ടപ്പോൾ. ഇനി എന്താകുമെന്ന് നമുക്കറിയില്ല. ഇനി അവർ കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ, മനസ്സിലിരിപ്പൊക്കെ പുറത്ത് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരുന്നതിനെ കാണാം കേട്ടോ. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.